ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ സ്നേഹവന്ദനം. ഇയ്യോബിൻ്റെ പുസ്തകം 42-ാം അധ്യായം 6-ാം വാക്യം, ആകയാൽ ഞാൻ എന്നെ തന്നെ വെറുത്തു എന്നൊരു വാക്യമുണ്ട്. ഭക്തനായ ഇയ്യോബിൻ്റെ ജീവിതത്തിനകത്ത് നേരിട്ടിരിക്കുന്ന പ്രശ്നങ്ങളുടെ നടുവിൽ അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചോ അതിൻ്റെ കാരണങ്ങളെക്കുറിച്ചോ ആ കഷ്ടതയുടെ നടുവിൽ ദൈവത്തിൻ്റെ അറിവിനെക്കുറിച്ചോ ദൈവത്തിൻ്റെ പ്ലാനുകളെക്കുറിച്ചോ പദ്ധതികളെക്കുറിച്ചോ ഒന്നും വേണ്ടതുപോലെ മനസ്സിലാക്കുവാൻ കഴിയാതെ പോയ ഇയ്യോബിൻ്റെ ജീവിതത്തിനകത്ത് ദൈവത്തിൻ്റെ അറിവോടുകൂടിയാണ് തൻ്റെ ജീവിതത്തിൽ കഷ്ടത കടന്നു വന്നിട്ടുള്ളത് എന്ന ബോധ്യത തനിക്ക് വന്നപ്പോൾ താൻ ഓർപ്പിച്ചു പറയുകയാണ്, എനിക്ക് വേണ്ടതുപോലെ കാര്യങ്ങൾ ഗ്രഹിപ്പാൻ കഴിയാതെ പോവുകയും ദൈവത്തെക്കുറിച്ചുള്ളൊരു കേൾവി മാത്രം കേൾക്കുകയും ചെയ്തിരുന്നതുകൊണ്ട് ഞാൻ എന്നെ തന്നെ വെറുക്കുവാനും എനിക്ക് സഹിക്കാനാവാത്ത വേദനകൾ എൻ്റെ ഹൃദയത്തിൽ ഉണ്ടാകുവാനും ഇടയായി തീർന്നിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ദൈവത്തെ ഞാൻ എൻ്റെ സ്വന്തം കണ്ണിനാൽ കണ്ടിരിക്കൊണ്ട് എൻ്റെ ജീവിതത്തിൽ എനിക്കെന്നോട് തന്നെ തോന്നിയ വെറുപ്പിനപ്പുറത്ത് ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നു എന്ന് ഓർമ്മപ്പെടുത്തുക തന്നെയാണ്. രാജാക്കന്മാർക്കെഴുതിയ 1-ാം പുസ്തകം 19-ാം അധ്യായത്തിലേക്ക് കടന്നു വന്നാൽ ദൈവത്തിൻ്റെ ദാസന് വിരോധമായി എഴുന്നേറ്റ് വന്നിരിക്കുന്ന ഇസബേല്യ ശക്തിയുടെ മുൻപിൽ വളരെ ഭാരപ്പെട്ടും വേദനപ്പെട്ടും ജീവിതത്തിൻ്റെ ഓരോ ദിവസങ്ങളോടും വെറുപ്പ് തോന്നിയിട്ട് താൻ പറയുന്നതായി പദം 19:3 ഇങ്ങനെയാണ്, അവൻ ഭയപ്പെട്ടെഴുന്നേറ്റ് ജീവരക്ഷയ്ക്കായി പുറപ്പെട്ട് യഹൂദ ഉൾപ്പെട്ട ബർഷേബയിൽ ചെന്ന് അവിടെ തൻ്റെ ബാല്യക്കാരനെ താമസിപ്പിച്ചു. താനോ മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്ന് ഒരു ചൂരച്ചെടിയുടെ തണലിൽ ഇരുന്നു മരിപ്പാനിച്ഛിച്ചു എന്നാണ്. ഏലിയാവിനെക്കുറിച്ചാണ് പറയുന്നത്. ഭക്തനായ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകനായ ഏലിയാവ് തൻ്റെ ജീവിതത്തിൽ ഇസബേൽ അവനെതിരായി എഴുന്നേറ്റിരിക്കുന്നു എന്ന് മനസ്സിലാക്കി ജീവിതത്തിനകത്ത് നേരിടാൻ പോകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുള്ള അറിവുകളും ഓർമ്മകളും ദൈവത്തിൻ്റെ സന്നിധിയിൽ തനിക്ക് തന്നോട് തന്നെ വെറുപ്പ് തോന്നിയിട്ട് ഇനിയും ഒരു ജീവിതം ആവശ്യമില്ല, മരണമാണ് ഉത്തമമെന്ന് ചിന്തിക്കുകയും ആ തലത്തിൽ മരിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു ഏലിയാവിനെ നമുക്കിവിടെയും കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ ഏലിയാവിനോട് ദൈവം എന്താണ് പറഞ്ഞത്? ഏലിയാവേ, നിനക്ക് ദൂരെ യാത്ര ചെയ്യുവാനായിട്ടുണ്ട്, നിനക്ക് ചില ശുശ്രൂഷകൾ ചെയ്തു തീർക്കുവാനായിട്ടുണ്ട്. അതുകൊണ്ട് നീ മരിക്കണമെന്ന് ആഗ്രഹിക്കുകയല്ല, നീ നിന്നെ തന്നെ വെറുക്കുകയല്ല. ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി നീ നിന്നെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് നിൻ്റെ മുൻപിൽ വച്ചിരിക്കുന്ന ഭക്ഷണം കഴിച്ച് വെള്ളം കുടിച്ച് നീ നിൻ്റെ ശുശ്രൂഷകൾ ചെയ്തു തീർക്കേണ്ടതിനായി നീ യാത്ര ചെയ്യുവാൻ ഒരുങ്ങുക എന്നുള്ളതായ വാക്കുകളാണ്. ഇയ്യോബിൻ്റെ ജീവിതത്തിലും ഏലിയാവിൻ്റെ ജീവിതത്തിലും ഒക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തിയെക്കുറിച്ചുള്ള, ദൈവത്തിൻ്റെ തിരുഹിതത്തെക്കുറിച്ചുള്ള, ദൈവത്തിൻ്റെ ഉദ്ദേശ്യങ്ങളെക്കുറിച്ചുള്ള അറിവുകൾ വേണ്ടതുപോലെ ലഭിക്കാതെ പോയതുകൊണ്ടാണ് അവരോട് തന്നെ വെറുപ്പ് തോന്നുവാനും മരിച്ചാൽ കൊള്ളാം, ഇനി മുൻപോട്ട് എന്തിനു ജീവിക്കണമെന്ന് ചിന്തിക്കുന്നതുമായ സാഹചര്യങ്ങൾ ഉണ്ടായത്. എന്നാൽ ദൈവം ഏലിയാവിനെയും ഇയ്യോബിനെയും ഒക്കെ ദൈവത്തിൻ്റെ പദ്ധതികളെക്കുറിച്ച് ബോധ്യപ്പെടുത്തിയപ്പോൾ അവരോട് തന്നെ തോന്നിയ വെറുപ്പിനപ്പുറത്ത് ദൈവത്തെ സ്നേഹിപ്പാൻ കഴിഞ്ഞു എന്നും നാം തിരിച്ചറിയണം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവപ്രവൃത്തികളെക്കുറിച്ചുള്ള അറിവുകൾ, ദൈവഹിതത്തെക്കുറിച്ചുള്ള ബോധ്യതകളാണ് പലപ്പോഴും നമ്മോട് തന്നെ നമുക്ക് സ്നേഹവും ആഴവും ആ നിലകളിൽ നിലനിൽപ്പിന് വേണ്ടിയുള്ള ആഗ്രഹവും ഉണ്ടാകാറുള്ളത്. നാം നമ്മെ തന്നെ വെറുക്കുന്നവരായിട്ടല്ല, ദൈവത്തിൻ്റെ പ്രവൃത്തികളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിന് നിലനിൽക്കുന്നവരായി തീരുവാൻ നമുക്ക് ഉത്സാഹിക്കാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, ഞങ്ങൾക്ക് ദൈവപ്രവൃത്തിയുടെ ആഴങ്ങൾ തിരിച്ചറിയാത്തവരായി, ഞങ്ങളോട് തന്നെ വെറുപ്പ് തോന്നുന്നവരായിട്ടല്ല, ജീവിതം എന്തിനെന്ന് ചിന്തിക്കുന്നവരായിട്ടല്ല, ദൈവപ്രവൃത്തിയുടെ ആഴങ്ങൾക്ക് വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണം. ഈ ദൈവവചനം കേട്ട എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.